ഈ ഓട്ടോസ്ക്ലീറോസിസ് ഉള്ള പേഷ്യൻസിന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. അതായത് സൗണ്ട് പ്രോപ്പറായിട്ട് ചെവിയുടെ അകത്തോട്ട് കണ്ടക്റ്റ് ചെയ്ത് പോകുന്നില്ല. കാരണം ഈ ചെവിയുടെ അകത്തുള്ള ഒരു അസ്ഥി ചലിക്കാതിരിക്കുകയാണ്. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, അതായത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ കൊടുക്കുന്ന ചോയ്സ് സ്റ്റെപ്പിഡോട്ടമി എന്നൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ഡയഗ്നോസിസിലൊരു സംശയം വരാം. നമ്മൾ പറഞ്ഞ പോലെ ഈ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലൈക്ലി അല്ലെങ്കിൽ ഏറ്റവും പോസിബിൾ ഡയഗ്നോസിസ് ഇന്നതാണെന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിപ്പെടുകയാണ്. എന്നാൽ ഈ പറഞ്ഞ ടെസ്റ്റുകളിൽ ഒന്നും നമുക്ക് ഈ പറഞ്ഞ ഈ സ്റ്റേപ്പീസ് എന്ന ബോൺ അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു സ്കാൻ വഴി പോലും കൺഫേം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്ത്, അതായത് ഇയറിനകം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിനകത്തുള്ള ഓരോ അസ്ഥികളും നമ്മൾ മൂവ് ചെയ്ത് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാണ് നമ്മൾ ഈ ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി തിയേറ്ററിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞൊരു ഓൺ ടേബിളാണ് നമുക്ക് ഈ ഒരു ഡയഗ്നോസിസ് നമ്മൾ കൺഫേം ചെയ്യുന്നത്.